ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നലെ പറഞ്ഞ അനാലിസിസ് വീഡിയോ പ്രകാരം ഇന്ന് കൃത്യമായിട്ടും നമ്മുടെ ആദ്യത്തെ റെസിസ്റ്റൻറ്റ് ലൈനായിട്ടുള്ള 14,919 അടുത്ത് നിന്ന് റിജക്ഷൻ വന്നപ്പോൾ ഒരു ട്രേഡിംഗ് ചാൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പ്രീവിയസ് ക്ലോസിംഗ് ഒരു സപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻ്റ് ആയിട്ടോ വർക്ക് ചെയ്യുമെന്ന്. കൃത്യമായിട്ടും അവിടെ തന്നെയായിരുന്നു അതിന് സപ്പോർട്ട് കിട്ടിയത്. അതിനുശേഷം നല്ലൊരു കൺസോൾട്ടേഷനും പിന്നീട് 3 മണിക്ക് ശേഷമാണ് നിഫ്റ്റിയിൽ നല്ലൊരു ഉയർച്ചയും കണ്ടത്. ഇന്നത്തെ FIDI ട്രേഡിംഗ് ആക്ടിവിറ്റി നോക്കിയാൽ 2223.16 കോടി രൂപയുടെ നെറ്റ് ബൈയിങ് ആണ് FIS നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ 854.04 കോടി രൂപയുടെ നെറ്റ് സെല്ലിംഗ് ആണ് DIS ചെയ്തിരിക്കുന്നത്. 14,726, 14,833 ലെവലുകൾ നിഫ്റ്റിയിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ 14,900 ലെവലുകളും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. 15,078, 15,172 ലെവലുകളായിരിക്കും നിഫ്റ്റിയിൽ റെസിസ്റ്റൻ്റ് ആയിട്ട് ആയിത്തീരാൻ ചാൻസ് ഉള്ളത്. നിഫ്റ്റിയിൽ നല്ലൊരു സപ്പോർട്ട് 14,900 ലെവലുകൾക്ക് കിടക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിഫ്റ്റിയിൽ നാളെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരുന്ന പക്ഷം ആ സപ്പോർട്ട് ബ്രീച്ച് ചെയ്ത് ട്രേഡ് താഴേക്ക് പോവുകയും 14,833 അടുത്തേക്ക് ആ ട്രേഡ് എത്തുകയും ചെയ്യും. ഈ ഏരിയ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഇവിടെ നിന്നും ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നതിനായിട്ട് അത് ഉപയോഗപ്പെടുത്താം. നമ്മുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ് 15,078 ആയിരിക്കും. അതേപോലെ തന്നെ ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ ഒരു കൺസോൾട്ടേഷന് ശേഷം 15,078 ആ ട്രേഡ് എത്തുന്നതാണ്. ഈ ഭാഗത്തു നിന്നും ഒരു റിജക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു പുട്ട് ഓപ്ഷൻ ബൈയിങ് അവസരമുണ്ട്. ഇമ്മീഡിയറ്റ് ടാർഗറ്റ് 14,941 ആണെങ്കിലും അത് ബ്രീച്ചായി കിട്ടിയാൽ 14,833 അടുത്തേക്ക് ട്രേഡ് എത്തുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങിന് ശേഷം ബാങ്ക് നിഫ്റ്റി നമ്മുടെ ഒന്നാമത്തെ റെസിസ്റ്റൻറ്റ് ലൈനായിട്ടുള്ള 35,810 അടുത്തേക്ക് മൂവ് ചെയ്യുകയായിരുന്നു. പക്ഷേ ആ റേഞ്ചിനടുത്ത് എത്തിയില്ല. അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ മൂവാണ് കണ്ടത്. ഇവിടെയാണ് ഞാൻ പിവറ്റ് യൂസ് ചെയ്ത് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുള്ള മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സാധുത നമുക്ക് കാണാൻ കഴിയുന്നത്. കൃത്യമായിട്ടും പിവറ്റ് റേഞ്ചിൽ നിന്ന് താഴേക്കൊരു മൂവ്മെൻറ്റ് വരികയും ആ റേഞ്ച് വീണ്ടും പിവറ്റുകൾ കട്ട് ചെയ്ത് നമ്മളുടെ ഒന്നാമത്തെ സപ്പോർട്ട് സോണായിട്ടുള്ള 34,982 അടുത്തേക്ക് എത്തി അവിടെ നിന്ന് റിട്രേസ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇവിടെയും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. ബാങ്ക് നിഫ്റ്റിക്ക് 34,997, അതേപോലെ തന്നെ 35,140 നല്ല രീതിയിലുള്ള സപ്പോർട്ട് സോണായിട്ടും 35,821 അതിനു മുകളിൽ 36,489 നല്ല രീതിയിലുള്ള റെസിസ്റ്റൻ്റ് ആയിട്ടും ആക്ട് ചെയ്യും. ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ലെവലുകൾ 34,997, 35,821 ഈ രണ്ട് ലെവലുകളിൽ നിന്നുള്ള റിജക്ഷൻ യഥാസമയം നമുക്ക് പുട്ട് ഓപ്ഷനോ കോൾ ഓപ്ഷനോ ബൈങ്ങിനായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ ലെവൽസ് ബ്രീച്ചായി മുകളിലേക്ക് പോകുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് നിഫ്റ്റി ശ്രമിച്ചേക്കാം. അതുകൊണ്ട് തന്നെ 36,489 അടുത്തേക്ക് ആ മൂവ്മെൻറ്റ് എത്തിയേക്കാം. അതേപോലെ തന്നെ താഴേക്കാണ് മൂവ്മെൻറ്റ് വരുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സപ്പോർട്ടുള്ളത് 34,690 ലെവലിലാണ്. ആ ലെവലിലേക്കും ട്രേഡ് എത്തിയേക്കാം. ടാറ്റ ഗ്രൂപ്പിൽപ്പെട്ട ഒരു കമ്പനിയാണ് ടാറ്റ പവർ. 98 രൂപ 80 പൈസ, 100 രൂപ 10 പൈസ നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനിടയുള്ള ഈ സ്റ്റോക്ക് നല്ലൊരു ബുള്ളിഷ് ട്രെൻഡിലാണ്. 116.60, 124 റേഞ്ചുകളിലേക്ക് ഈ സ്റ്റോക്ക് എത്തുന്നതിനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഈ സ്റ്റോക്ക് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ വിപ്രോയിൽ നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡ് കാണുന്നുണ്ട്. വിപ്രോയ്ക്ക് 431 നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതിനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഈ റേഞ്ച് കട്ട് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 448, 451 ലെവലുകളിലേക്ക് വിപ്രോ സമീപഭാവിയിൽ തന്നെ എത്തിച്ചേരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മടിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് യഥാസമയം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്